2024 മോഡൽ യൂണിക്കോൺ 160 ABSൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വൈസർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഫുൾ ക്രോം പ്ലേറ്റഡ് ആണ് അതിൻ്റെ ഹെഡ്ലൈറ്റിന് തൊട്ട് മുകളിൽ വരുന്ന പാർട്സ് വരുന്നത്. പിന്നെ ബൾബ് യൂസ് ചെയ്യുന്ന ഇപ്പോഴും ഹാലജൻ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹോണ്ട ഡിയോയിൽ വരുന്ന പോലത്തെ സെയിം ടു സെയിം മിററാണ് ഇതിൽ വരുന്നത്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മുടെ യൂണിക്കോൺ 160ക്ക് കൊടുത്തേക്കുന്നത്. 150 നിന്ന് 160cc ആണ് 2021 തൊട്ട് വണ്ടി വരുന്നത്. ഇതാണ് അതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ വരുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കാണ് യൂണിക്കോൺ തന്നെ. യൂണിക്കോൺ എന്നും കംഫർട്ടിൻ്റെ കാര്യത്തിൽ ലോങ് ഡ്രൈവിനൊക്കെ പോകുന്ന ആളുകൾക്ക് പറ്റിയ ഒരു വണ്ടിയാണ്. 160cc നമുക്ക് 50-55 റേഞ്ച് മൈലേജ് വരുന്ന മറ്റൊരു വണ്ടി ഈ സെഗ്മെൻറ്റിലില്ല. മോണോ ഷോക്ക് സസ്പെൻഷനാണ് ബാക്ക് സൈഡിൽ യൂസ് ചെയ്യുന്നത്. നടുവേദന കാര്യങ്ങളൊന്നും ഒട്ടും ഉണ്ടാവില്ല വണ്ടി ഓടിച്ചു നടക്കണമെങ്കിൽ. ഫ്രണ്ട് ലോങ് ആയിട്ടുള്ള ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് യൂണിക്കോൺ വരുന്നത്. ഫ്രണ്ട് 18 ഇഞ്ച് 5 സ്പോക്കിൻ്റെ ഡയമണ്ട് കട്ട് പോലെ സ്ട്രോങ് ആയിട്ടുള്ളതും കാണാൻ ഭംഗിയുള്ളതുമായ സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് 250 mm വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് ആണ്. ABS ബ്രേക്കിങ്ങും വണ്ടിക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ABS ബ്രേക്കിംഗ് വരുന്നുണ്ട്. ഒരിക്കലും വീല് സ്കിപ്പാവില്ല. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് നമുക്ക് യൂണിക്കോൺ തരുന്നതാണ്. ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 80-118 ട്യൂബ്ലെസ് മൈലേജ് ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. മൈലേജ് എന്ന് വെച്ചാൽ വണ്ടിയുടെ മൈലേജ് അല്ല, ടയറിന് മൈലേജ് കൂടുതലിട്ടും. ഒരു 25-30 ഇടയിൽ കിലോമീറ്റർ നമുക്ക് 25,000-30,000 ഇടയിലുള്ള കിലോമീറ്റേഴ്സ് നമുക്ക് ടയർ കവർ ചെയ്യുന്നതാണ്. മഡ് ഗാർഡ് ഡ്യുവൽ കളേർഡാണ്. ഫ്രണ്ടിൽ ബോഡി കളർ വരും, ബാക്ക് സൈഡ് മാറ്റ് ബ്ലാക്ക് കളറാണ് വരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സ്ക്രാച്ചും ചെളി അടിച്ചിരിക്കാനുള്ള ചാൻസ് അവിടെയാണ് വരുന്നത്. പിന്നെ ABSൻ്റെ ബാഡ്ജിങ്ങും ഒരു റിഫ്ലക്ടറും ഫ്രണ്ട് മഡ് ഗാർഡിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. യൂണിക്കോണിനെ ഏറ്റവും അട്രാക്റ്റീവ് ആകുന്നത് അതിൻ്റെ ആ വലിയ ടാങ്ക് തന്നെയാണ്. അതിലൊരു 3D ഹോണ്ടയുടെ ബാഡ്ജിങ്, ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള 3D എംബോസ്ഡ് ആയിട്ടുള്ള ബാഡ്ജിങ് കമ്പനി കൊടുത്തിട്ടുണ്ട്. 13 ലിറ്ററാണ് വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. 2 ലിറ്റർ അടുത്ത് ഏകദേശം റിസർവ് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2.5 ലിറ്റർ ഫ്യൂൽ എപ്പോഴും നമ്മൾ വണ്ടിയിൽ കീപ്പ് ചെയ്യണം. പിന്നെ E20 ഫ്യൂൽ കമ്പാറ്റബിൾ ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ജനറേഷൻ എത്തനോൾ 20% എത്തനോളുള്ള ലേറ്റസ്റ്റ് ജനറേഷൻ ഫ്യൂലും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ബ്ലാക്കും ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ ക്ലസ്റ്റർ അഥവാ മീറ്ററാണ് ഇതിൽ വരുന്നത്. മീറ്ററിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടത്തെ സൈഡിൽ RPM മീറ്റർ വരും, നടുവിലായിട്ട് സ്പീഡോ മീറ്റർ, പിന്നെ വലത്തെ സൈഡിലാണ് ഫ്യൂൽ ഗേജ് വരുന്നത്. ഫ്യൂൽ ഗേജിൻ്റെ മീറ്ററിലാണ് ABS, ഡിം ബ്രൈറ്റ്, ന്യൂട്രൽ ലൈറ്റിൻ്റെ എല്ലാം, അതുപോലെ എൻജിൻ മാൽ ഫങ്ഷൻ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം നമ്മുടെ ഫ്യൂൽ ഗേജിലാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്രിപ്പ്, ഹാൻഡിൽ ഗ്രിപ്പിൻ്റെ ഷേപ്പ് എല്ലാം മാറിയിട്ടുണ്ട്. വലത്തെ സൈഡിലാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് സെൽഫിൻ്റെ സ്വിച്ചും വരുന്നുണ്ട്. പഴയ പോലെ കീ ഓഫ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് സ്വിച്ച് പ്രസ് ചെയ്താൽ മതിയാവും. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ലോങ് ആയിട്ടുള്ള സീറ്റാണ് ഇതിൽ വരുന്നത്. 715 mm ആണ് സീറ്റിൻ്റെ ലെങ്ത് വരുന്നത്. 2 പേഴ്സണല്ല, ശരിക്കും 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സീറ്റാണ് യൂണിക്കോൺ വരുന്നത്. വളരെ പ്ലഷ് ആയിട്ടുള്ള ഒരു അപ്പോൾസറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. പിന്നെ സീറ്റ് കവറിൽ യൂണിക്കോൺ എന്നുള്ളൊരു അടിപൊളി സ്റ്റിക്കർ വരുന്നുണ്ട് സിൽവർ കളറിൽ. സൈഡ് കവർ നിങ്ങൾക്കറിയാമല്ലോ, യൂണിക്കോണിൻ്റെ സൈഡ് കവർ വളരെ ലോങ് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പ്രീമിയം ക്രോമിൻ്റെ ഒരു ബാഡ്ജിങ് കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട്. 160cc ആണ് വണ്ടിയുടെ എൻജിൻ വരുന്നത്. BS6 PGM-FI ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. PGM-FI എന്ന് പറയുമ്പോൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ശൈലി അനുസരിച്ച് നമ്മൾ ആക്സിലേഷൻ കൊടുക്കുന്നത്, സ്പീഡ് മെയിൻറ്റെയിൻ അനുസരിച്ച് ഒരു സെൻസർ വർക്ക് ചെയ്ത് ഫ്യൂവൽ അതുപോലെ ത്രോ ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല മൈലേജ് കിട്ടും. പിന്നെ വണ്ടി സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് ഫീച്ചറുണ്ട്. സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. ബൈക്കിൻ്റെ ബാക്ക് സൈഡിൽ മോണോഷോക്ക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5 പോയിൻ്റ് സസ്പെൻഷൻ്റെ സ്പ്രിങ്ങിൻ്റെ ഹാർഡ്നെസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. OBD2 സെൻസർ ഓൾറെഡി വാഹനത്തിൽ വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ജനറേഷൻ വണ്ടിയാണെന്നുള്ളതിൻ്റെ തെളിവാണത്. പിന്നെ ബാക്ക് സൈഡ് ഫുഡ് റെസ്റ്റ് സിംഗിൾ ഡയറക്ഷനിലേക്ക് നമുക്ക് ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ചെയിൻ കവർ വരുന്നത് ഫൈബർ അല്ല, ഫുള്ളി മെറ്റൽ ആയിട്ടുള്ള ചെയിൻ കവറാണ് യൂണിക്കോൺ 160ക്ക് വരുന്നത്. വളരെ ലോങ് ആണ്, ഹൈലി ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു ചെയിൻ കവറാണ്. പിന്നെ ഇൻബിൽഡ് ആയിട്ട് വാഹനത്തിന് സാരി ഗാർഡും കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം എന്ന് വെച്ചാൽ അതിൻ്റെ റിയർ ടെയിൽ ലൈറ്റാണ്. അത് നമ്മൾ ഏത് ഭാഗത്ത് നോക്കിയാലും എത്ര ദൂരെ നോക്കിയാലും യൂണിക്കോൺ ആണെന്ന് തിരിച്ചറിയുന്ന ഈ ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ടെയിൽ ലൈറ്റിൽ വെച്ചിട്ടാണ്. ബാക്ക് സൈഡും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂണിക്കോണിന് ഇപ്പോഴും വരുന്നുണ്ട്. ബാക്ക് സൈഡ് ലോങ് ആയിട്ടുള്ളൊരു മഡ് ഗാർഡ് വരും. മഡ് ഗാർഡിന് മുകളിലായിട്ടൊരു റിഫ്ലക്ടറും വരുന്നുണ്ട്. ബാക്ക് സൈഡ് സൈലൻസർ വരുന്ന മാറ്റ് ബ്ലാക്ക് കളറാണ്. വളരെ ലോങ് ആയിട്ടുള്ള ക്ലാസിക്കായിട്ട് യൂണിക്കോണിൻ്റെ സൗണ്ട് തരുന്ന സൈലൻസർ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. പഴയ യൂണിക്കോണിനേക്കാളും ശബ്ദം ഇൻറ്റൻസിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ക്ലാസിക്കായ യൂണിക്കോണിൻ്റെ ശബ്ദം തന്നെയാണ് ഇപ്പോഴും വരുന്നത്. സൗണ്ട് ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്ക് സൈഡ് ടയർ വരുന്നത് 18 ഇഞ്ചാണ്. അതിന് ട്യൂബ്ലെസ് ടയർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. MRF അല്ലെങ്കിൽ CAT ഈ 2 കമ്പനികളായിട്ടാണ് ഹോണ്ടയ്ക്ക് ഇപ്പോൾ ടൈപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിലേതിലും ടയറാണ് കിട്ടുന്നത്. സെയിം ടു സെയിം 18 ഇഞ്ച് അലോയ് വീൽസും
ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്കാണ് വരുന്നത്. അത് കൂടാതെ കോംബി ബ്രേക്ക് സപ്പോർട്ടുണ്ട്. നമ്മൾ ഏത് സൈഡിലെ ബ്രേക്ക് അപ്ലൈ ചെയ്താലും പ്രൊപ്പോർഷണലായിട്ട് ബോത്ത് സൈഡ്സിലും നമുക്ക് ബ്രേക്കിംഗ് ഫോഴ്സ് കിട്ടും. അപ്പോൾ ഒരിക്കലും വണ്ടി സ്കിഡാവില്ല, പക്കയായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താം. ഓൺ റോഡ് ഏകദേശം 1.42 അടുത്ത് 2024 ജനുവരിയിൽ കോസ്റ്റ് വരുന്നുണ്ട്. നമുക്കൊരു 20,000 രൂപയ്ക്ക് വണ്ടി റോഡിലിറങ്ങാം. EMI ഒരു 5,000-5,500 റേഞ്ചിലായിരിക്കും EMI വരുന്നത്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള വണ്ടിയാണ്. 2081 mm ആണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഹൈറ്റ് വരുന്നത് 1103 ആണ്. വീൽ ബേസ് 1335 mm ആണ്. ക്ലിയറൻസ് 187 mm ആണ്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും അധികം ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ്. വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്